പക്ഷെ ഞാൻ ഒരു 10-100 ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. മാനസികമായി ഞാൻ വളരെയധികം തകർന്നുപോയി. ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവർ ആയി എന്നല്ല, എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവില് അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി. അതിനൊരിക്കലും ഞാൻ ന്യായീകരിക്കല്ല. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല. നമസ്കാരം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വെറൈറ്റി മീഡിയയിൽ നടന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചാണ്. 2-3 ദിവസം മുന്നേ വെറൈറ്റി മീഡിയയിൽ തൊപ്പിയുടെ ഗ്യാങ്ങിൽ വരുന്ന മമ്മുവിനെ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കുകയുണ്ടായി. സാധാരണ ഒരു മീഡിയയിൽ വരുന്ന ഒരു ഇന്റർവ്യൂ പോലെ തന്നെയായിരുന്നു അത്. പക്ഷെങ്കിൽ ഈ ഇന്റർവ്യൂ അങ്ങ് വിവാദമായി. ഇതിന്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? പറഞ്ഞുതരാം. ഈ മമ്മു എന്ന ആള് ഇന്റർവ്യൂവിൽ കൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും പറയാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ പറ്റാത്ത കാര്യങ്ങളാണ്. പണ്ട് ഇവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇവൻ ഈ ഇന്റർവ്യൂവിൽ കൂടെ പൊതുവായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തൊക്കെയാന്ന് വെച്ചാൽ, പെണ്ണുങ്ങൾ കുളിക്കുന്നത്, അതായത് കുളിസീൻ ഒളിഞ്ഞു കാണുക, അയൽവക്കത്തുള്ള വീടുകളിലെ ജനലുകൾ എറിഞ്ഞു പൊട്ടിക്കുക, ഇതൊക്കെയായിരുന്നു പുള്ളിക്കാരന്റെ ഹോബീസ്. എന്ത് നല്ല ഹോബീസ് ആണല്ലേ! പുള്ളിക്കാരൻ ഒരു കൂസലും ഇല്ലാതെ താനെന്തോ നല്ല കാര്യമാണ് ചെയ്തത് എന്നുള്ള അഭിമാനത്തോടെയാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് പൊട്ടിച്ചിരിക്കാനായിട്ട് ആ ആങ്കറും പൊട്ടിച്ചിരിക്കുക മാത്രമല്ല, വീണ്ടും വീണ്ടും കുത്തി ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മമ്മുവിനെ വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും കൂടി ചെയ്യാണ് മൂപ്പര് ചെയ്യുന്നത്. പക്ഷേ ഈ വീഡിയോ അങ്ങോട്ട് വൈറലായതോടെ വെറൈറ്റി മീഡിയയുടെ ആങ്കറിനെതിരെ പൊങ്കാലയിടലിന്റെ പൂരായി. എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞു കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും, കുളിച്ച് അതാ അങ്ങനെ കുറെ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. അതായത് ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എന്റെ ഒപ്പം വേറൊരുത്തിനും കൂടി ഉണ്ടാവും. ഇപ്പുറത്തെ വീട്ടിന്റെ ഇപ്പുറത്തായിരിക്കും, പക്ഷെ അത്ര കണ്ടില്ലേ? മമ്മു പറയുന്ന ആൻസറൊക്കെ കേട്ടിട്ട് ആങ്കർ നല്ല രീതിയിൽ അങ്ങോട്ട് രസിക്കുകയാണ്. എന്തായാലും നല്ല എൻജോയ്മെന്റ് ഉള്ള കാര്യമാണല്ലോ ഈ കുളിസീനൊക്കെ കാണുക എന്നുള്ളത്. ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കുമ്പോൾ താനൊരു പെണ്ണാണെന്നുള്ള ചിന്ത ആ ആങ്കറിന് എന്തായാലും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ചിന്ത പുള്ളിക്കാരത്തേക്ക് ഉണ്ടെങ്കിൽ മമ്മുവിന്റെ ലീലാവിലാസങ്ങൾ പിന്നെയും മുന്നോട്ട് വരട്ടെ എന്നുള്ള ചോദ്യങ്ങൾ വീണ്ടും പുള്ളിക്കാരത്ത് ചോദിക്കില്ല. ഈ ഇന്റർവ്യൂ അങ്ങ് വിവാദമായതോടെ, അതായത് ആൻസർ ചെയ്ത മമ്മുവിനേക്കാൾ കൂടുതൽ വിമർശനങ്ങൾ വന്നത് ആങ്കറിനാണ്. പക്ഷേ ഇതങ്ങ് വിവാദമായതോടെ ആങ്കർ തന്റെ ഇൻസ്റ്റാ പേജിൽ ഒരു മാപ്പപേക്ഷയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ സോറി പറയാൻ വൈകിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു 10-100 ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. മാനസികമായി ഞാൻ വളരെയധികം തകർന്നുപോയി. ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവർ ആയി എന്നല്ല, എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവില് അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി. അതിനൊരിക്കലും ഞാൻ ന്യായീകരിക്കല്ല. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല. അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഞാൻ ഒരു കുളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല. നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ്, എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട്, എനിക്കിനൊരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല. ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി. ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി. അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവരുടെ മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ടെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്റർവ്യൂസ് ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത്. കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച വരുന്ന അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം വരുന്ന അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി. ആൾ പറഞ്ഞപ്പോൾ അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടു കൂടി ഞാൻ അതിനെ എടുത്ത് ഞാൻ പറഞ്ഞു. ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ദേഷ്യം വെറുപ്പം തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും എനിക്കൊരു പരാതിയില്ല, ഒരു സങ്കടമല്ലാതെ വേറെ ഒന്നും എനിക്കില്ല. അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ
ശ്രമിക്കുന്നതായിരിക്കും. ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീയല്ല. ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ള ഒരു സ്ത്രീ ഒന്നുമല്ല ഞാൻ. എനിക്ക് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് എനിക്ക് എന്റേതായിട്ടൊരു സ്റ്റൈൽ തന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. അതിന് ഞാൻ അതിനോടൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പം ഒരു ആരും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയാണ്. കുറച്ച് കാലമായിട്ട് ആങ്കറിംഗ് ജോലി വളരെ വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് നൈനിഷ. ആങ്കർ ശാരികയെ പോലെ അത്ര ഉഷാറുള്ള അല്ലെങ്കിൽ ഇളക്കി മറിക്കുന്ന രീതിയിലുള്ള ഇന്റർവ്യൂ ഒന്നും അല്ലെങ്കിലും താൻ ചെയ്ത ഇന്റർവ്യൂ ഒന്നും ഇതുവരെ വിവാദമായിട്ടില്ല. എന്തായാലും നൈനിഷ പറയുന്നത് കേട്ടിട്ട് താൻ അറിയാതെ ചെയ്തു പോയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. താൻ ചെയ്തത് തെറ്റാണെന്ന് നൈനിഷയ്ക്ക് പൂർണ്ണ ബോധ്യമായി. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ടാണ് പുള്ളിക്കാരത്തി മാപ്പ് പറഞ്ഞത്. എന്തായാലും മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും വീണ്ടും അയാളെ ക്രൂശിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, നൈനിഷ ഒരു ആങ്കറാണ്, സമ്മതിച്ചു. പക്ഷെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോ ആ എഡിറ്റ് ചെയ്യുന്ന ടൈമില് ഈ ഭാഗം തെറ്റാണെന്ന് മനസ്സിലാക്കിയ ഭാഗം കട്ട് ചെയ്ത് മാറ്റായിരുന്നില്ലേ? അതെന്തുകൊണ്ട് ചെയ്തില്ല? അങ്ങനെ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ വിവാദമാകുമായിരുന്നു. പക്ഷെ നൈനിഷയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നൈനിഷ പറയുന്നു, ഒരു ആങ്കർ എന്ന നിലയിൽ പെട്ടെന്ന് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലായില്ല എന്ന്, എന്താണ് ഞാൻ പെട്ടെന്ന് ചെയ്യേണ്ടതെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്ന് നൈനിഷ പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും ഇതുപോലെ തന്നെയാണെന്ന് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എഡിറ്റ് ചെയ്യുന്ന ടീമിനോ അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിനോ ഇത് ഇത്രയും വലിയ വിവാദമാകും എന്ന് മനസ്സിലായിട്ടില്ലായിരുന്നോ? മേ ബി ഇത് മനസ്സിലായിട്ടും അവർ റീച്ചിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തതായിരിക്കണം. എന്ത് റീച്ചിന് വേണ്ടി ആണെങ്കിലും ചെയ്ത തെറ്റ് തന്നെയാണ്. എന്തായാലും പുള്ളിക്കാരത്തി മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ മാപ്പ് ഉള്ളിൽ തട്ടിയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ഇനിയെങ്കിലും ഇന്റർവ്യൂസ് എടുക്കുമ്പോൾ സ്വന്തം വില കളഞ്ഞിട്ടുള്ള ഇന്റർവ്യൂസ് എടുക്കാതിരിക്കുക. സ്വന്തം വില കളയുന്ന ചോദ്യങ്ങൾ തിരിച്ച് ചോദിക്കാതിരിക്കുക. ചോദ്യം ചോദിക്കുമ്പോൾ സ്റ്റാൻഡേർഡിലെ ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെയെങ്കിൽ ഇതുപോലുള്ള ഒരു പ്രശ്നവും ഫേസ് ചെയ്യേണ്ടി വരില്ലല്ലോ. വെറൈറ്റി മീഡിയയുടെ മുന്നേയുള്ള പല ഇന്റർവ്യൂസും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ആള് തന്നെയാണ് നൈനിഷ. എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. റേറ്റിങ്ങും കാര്യങ്ങളും വിചാരിച്ചിട്ട് ഇനിയും ഇതുപോലെ ആവർത്തിച്ചാല് പൊങ്കാലയുടെ തീ ചിലപ്പോ അണഞ്ഞെന്ന് വരില്ല. ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ അത് സൊസൈറ്റിയെ ബാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും.